ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരുകേശ വിവാദം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ വെച്ച് അതായത് മർക്കസ് നോളജ് സിറ്റിയിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അവരുടെ മറ്റു പണ്ഡിതന്മാരുമായി സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ 10-12 വർഷമായി ഈ ഒരു വിവാദം നമ്മുടെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ രീതിയിൽ തന്നെ മറ്റുള്ള സംഘടനകൾക്കിടയിൽ ഉള്ള ഒരു വിവാദം തന്നെയാണ്. അത് വീണ്ടും അതായത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന മുടി, അതായത് പ്രവാചകൻ്റേതെന്ന് പറയുന്ന മുടി കഴിഞ്ഞ ഇവിടെ എത്തിയതിന് ശേഷം 1/2 സെൻറ്റിമീറ്ററോളം വളർച്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു മുറിച്ച് സൂക്ഷിക്കുന്ന ഒരു മുടി ഉൾപ്പെടെയുള്ള വസ്തുവിന് വളർച്ച ഉണ്ടാവും എന്നുള്ളതൊക്കെ ശാസ്ത്രീയമായി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതാണിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പും ഇതുപോലെ തന്നെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ വെള്ളം, അതുപോലെ തന്നെ ഈ പ്രവാചകൻ്റെ ഉമിനീർ കലർന്ന വെള്ളവും അതുപോലെ തന്നെ കൈകുത്തിയപ്പോൾ ഉണ്ടായ വെള്ളവും അതുപോലെ തന്നെ പ്രവാചകൻ്റെ മുടിയും ഉൾപ്പെടെയുള്ളത് ലഭിച്ചിട്ടുണ്ട്, കുറച്ച് ലഭിച്ചിട്ടുണ്ട് എന്ന് ആണ് പറഞ്ഞിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യത്തുള്ള ഒരു രാജാവിൽ നിന്ന് തനിക്ക് ലഭിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ തന്നെ ഇവിടെ വിശ്വാസികളെ ആകർഷിക്കാൻ കഴിഞ്ഞു, അവിടെ എത്തിക്കാനും കഴിഞ്ഞു. അതുവഴി വലിയ സാമ്പത്തിക സഹായം ഉൾപ്പെടെ കാന്തപുരത്തിന് ലഭിച്ചതാണ്. കാന്തപുരത്തിനെതിരെ അന്ന് സമസ്ത EK വിഭാഗവും അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗവും ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കഴിഞ്ഞ കുറച്ച് കാലമായി ഇതിൻ്റെ വിവാദങ്ങളൊന്നും ഇല്ലായിരുന്നു, ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ മാത്രമാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഇത് വിവാദമായിട്ടുണ്ട്. ഈ കാന്തപുരം ഈ മുടി വളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് വീണ്ടും വിവാദത്തിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും കാന്തപുരത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെൻറ്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. അത് ആ ഷഹർ മുബാറക്കും പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ഷരീഫിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ, അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ജയറാനത്തിൽ നിന്ന് കൈയിൻ്റെ വിരല് ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത്, വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഒഴിക്കരുത്, വളരെ ബഹുമാനത്തോടു കൂടി അത് സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇതിനെതിരെ സമസ്ത EK ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നമുക്കറിയാം, സമസ്ത EKയും സമസ്ത പിളർന്നിട്ടാണ് സമസ്ത AP കാന്തപുരം വിഭാഗം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ബദ്ധവൈരികളായി നിൽക്കുന്ന 2 മുസ്ലിം സംഘടനകളാണ് സമസ്ത EKയും സമസ്ത APയും. ഈ AP ആണ് കാന്തപുരം മുസ്ലിയാരുടേത്. അതുകൊണ്ട് തന്നെ EK ആണ് സാധാരണ നിലയിൽ പ്രബല സംഘടന എന്ന് പറയുന്നതും ആൾബലം കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും എല്ലാം തന്നെ സമസ്ത EK മുന്നിൽ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി APയിലേക്ക് വലിയ രീതിയിൽ തന്നെ ആളുകൾ ആകർഷിക്കപ്പെടുന്നു. സാമ്പത്തികപരമായി വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുള്ള സ്ഥാപനങ്ങളുമായി മുന്നോട്ട് പോകാൻ കാന്തപുരം വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ മുടി വിവാദം, നമുക്കറിയാം, മുടി വിവാദത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതായത് ബോഡി വേസ്റ്റ് എന്നുള്ളതാണ്. അതായത് ബോഡി വേസ്റ്റാണിത്, ഇത് പ്രവാചകൻ്റെ മുടി അല്ല, ബോഡി വേസ്റ്റാണ് എന്നുള്ള രീതിയിലാണ് പിണറായി വിജയൻ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് പിണറായി വിജയൻ അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്താണ് പറഞ്ഞത്. അതിനുശേഷം മുഖ്യമന്ത്രിയായപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യത്തിന് ബോഡി വേസ്റ്റ് എപ്പോഴും ബോഡി വേസ്റ്റ് തന്നെയാണ് എന്നുള്ളൊരു മറുപടി കൂടി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, കാലങ്ങളായി CPMനെ പിന്തുണയ്ക്കുന്നൊരു വിഭാഗമാണ് കാന്തപുരം. എന്നിട്ട് പോലും വളരെ ധീരമായൊരു നിലപാട് തന്നെ പിണറായി വിജയൻ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു നിലപാട് പിണറായി വിജയൻ എടുക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്, അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ മുസ്ലിം സംഘടനകളിലെ മുജാഹിദ് വിഭാഗം ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കാന്തപുരം ഇത്തരത്തിൽ ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് വലിയ തട്ടിപ്പാണ് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് വിഭാഗം ഹുസൈൻ മടവൂർ മാധ്യമങ്ങളോട് പറഞ്ഞതും അത് തന്നെയാണ്. ഇത് വലിയ തട്ടിപ്പാണ്, ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരുകേശം, പ്രവാചകൻ്റെ കേശം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ പ്രസ്താവന നടത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പ്രമാണം ഖുർആനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളുമാണ്. അപ്പോൾ ഈ ഖുർആനിലും നബിയുടെ ഉപദേശത്തിലും ഇല്ലാത്ത കാര്യങ്ങളെ
മതപരമായി സ്വീകരിക്കാൻ ആർക്കും ബാധ്യതയില്ല, എത്ര വലിയ പണ്ഡിതനായാലും പുരോഹിതനായാലും. അപ്പോൾ ഇദ്ദേഹം 10-15 വർഷമായി ഒരു മുടിയുമായി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല, നബി ഉപദേശിച്ചിട്ടുമില്ല. മാത്രമല്ല ഇതൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാൻ ഏത് ബുദ്ധിയുള്ള ആളുകൾക്കും മനസ്സിലാക്കാം. ഇപ്പോഴേ 1/2 സെൻറ്റിമീറ്റർ മുടി വളർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലവും ഈ മുടി പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് 1/2 സെൻറ്റിമീറ്ററാണ് വളർന്നതെങ്കിൽ 1500 കൊല്ലം കൊണ്ട് എത്ര കിലോമീറ്റർ നീളം വന്നിട്ടുണ്ടാവണം ഈ മുടി? എന്തായാലും നമുക്കറിയാം, ഒരു മുടി സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് 1/2 സെൻറ്റിമീറ്ററോളം വളർന്നു എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു 10-12 വർഷത്തിനിടയിലാണ്. അങ്ങനെയെങ്കിൽ പ്രവാചകൻ്റെ മുടി ഒരു 1500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് മുഹമ്മദ് നബി. ഈ മുഹമ്മദ് നബിയുടെ 1500 വർഷം കൊണ്ട് ആ മുടിയിൽ എത്രത്തോളം വളർച്ച ഉണ്ടാവേണ്ടതുണ്ട്? അങ്ങനെയാണെങ്കിൽ ഈ ഒരു 10 വർഷം കൊണ്ട് 1/2 സെൻറ്റിമീറ്റർ വളരുകയാണെങ്കിൽ 1500 വർഷം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു? പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്ന് തന്നെയാണ് ഈ മുസ്ലിം സംഘടനകൾ തന്നെ ഈ കാന്തപുരത്തിൻ്റെ വാദങ്ങളെ പൂർണ്ണമായി പൊളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം, നമ്മൾ വലിയ ശാസ്ത്ര പുരോഗതിയിലേക്കെല്ലാം പോകുന്ന ഒരു കാലത്താണ് ഇത്തരത്തിലുള്ള ഒരിക്കലും യുക്തിക്ക് ചേരാത്ത യുക്തിരഹിതമായ കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കൃത്യമായി ഇത്തരത്തിലുള്ള ഇപ്പോൾ മന്ത്രവാദത്തിനെതിരെ നടപടികളും മറ്റും ഉണ്ടാകുന്നൊരു കാലം കൂടിയാണിത്. എന്തായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രവാചകൻ്റെ മുടിയും പ്രവാചകൻ്റെ ഉമിനീര് കലർന്ന വെള്ളവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇത് നടത്തുന്നത്. ഇതിന് വിശ്വാസികളിൽ പ്രബല വിഭാഗം ഇതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും അത് ഇങ്ങനെ കാന്തപുരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ പുതിയ കാലത്തും പുതിയ തലമുറ മാറി ചിന്തിക്കുന്ന കാലത്തും ടെക്നോളജിയുടെ കാലത്തും ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ആൾബലം നേടുന്നു. ഒപ്പം തന്നെ സാമ്പത്തികമായുള്ള സഹായങ്ങൾ കൂടുതൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വരുന്നുണ്ട്. എന്തായാലും പ്രവാചകൻ്റെ നമുക്കറിയാം, പ്രവാചകൻ്റെ മക്കയിൽ നിന്നായാലും മദീനയിൽ നിന്നായാലും പ്രവാചകൻ്റെ എന്ന് പറയുന്ന പ്രവാചകൻ്റെ ഈ ഒരു ബോഡി വേസ്റ്റ് എന്ന് പറയുന്ന മുടിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരത്തിലുള്ള ഭാഗങ്ങളാണെങ്കിലും ഇത് സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും നമുക്കറിയില്ല. എന്തായാലും പ്രവാചകൻ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, പ്രവാചകനെ വളരെ ആ രീതിയിൽ തന്നെ ഒരു സമുദായത്തിനെ വളരെ കൃത്യമായ വഴി നടത്തിയ ഒരാളാണ് പ്രവാചകൻ. ആ പ്രവാചകൻ്റെ പേരിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ തട്ടിപ്പാണ് എന്ന് തന്നെയാണ് ഈ പറഞ്ഞ സംഘടനകളെല്ലാം പറയുന്നത്. സമസ്ത ഒക്കെ പരസ്യമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നതാണ്. മുസ്ലിം ലീഗ് ആ സമയത്ത് വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇതിനെ പൊളിച്ചടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി മുസ്ലിം ലീഗിൽ നിന്നോ അല്ലെങ്കിൽ സമസ്ത കെയിൽ നിന്നൊന്നും അപശബ്ദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ സംഭവം അതായത് കാന്തപുരം ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരുകേശ വിവാദം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇത് തിരുകേശം വളർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഉമിനീര് കലർന്ന വെള്ളം ഉള്ളതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും കാന്തപുരം ഇത് സംബന്ധിച്ചുള്ള പരസ്യമായൊരു പ്രസ്താവനയ്ക്ക് തയ്യാറല്ല. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കാനും തയ്യാറല്ല. ഇത് അവിടെ നടന്നിരിക്കുന്ന മർക്കസ് നോളജ് സിറ്റിയിൽ നടന്നിരിക്കുന്ന ഒരു പരിപാടിക്കിടെ പറഞ്ഞതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതാണിപ്പോൾ പൊതുസമൂഹത്തിനിടയിൽ വലിയ ചർച്ചയുമായിട്ടുള്ളത്.